തൃശ്ശൂർ ഒരു വിനായകൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കൊച്ചുപയ്യൻ മുടി വെട്ടിയതാണ് അവൻ ചെയ്ത തെറ്റ്. അത് കഴിഞ്ഞ് കെവിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് അവൻ ആ പയ്യൻ ചെയ്ത തെറ്റ്. മധു എന്ന് പറയുന്നത് അട്ടപ്പാടിയിലെ മധു എന്ന് പറയുന്ന പയ്യൻ ചെയ്തത് എന്താണ്? വിശക്കുന്നതിന് ഒരു ബ്രെഡോ എന്തോ ഒരു മിഠായി ഏണ്ട ഒരു കടയിൽ നിന്ന് എടുത്തതാണ് അവൻ ആ പയ്യൻ ചെയ്ത തെറ്റ്. ഒരു പോക്കറ്റ് അടിക്കാരൻ ഒരാളെ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ അവിടെ വരുന്ന പോലീസ് ആദ്യം പിടിക്കുന്നത് അവിടെ നിൽക്കുന്ന കറുത്ത തൊലിയുള്ളവനോ അല്പം മുഷിഞ്ഞ വസ്ത്രം ഉടുത്തിട്ട് നിൽക്കുന്നവനായിട്ടുള്ള ഏതെങ്കിലും പാവപ്പെട്ടവനെ ആയിരിക്കും ആദ്യം പിടിക്കുന്നത്. അവനെ പിടിച്ചിട്ടായിരിക്കും പിന്നെ ബാക്കി നടപടിയിലേക്ക് പോകുന്നത്. പേരുക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു ദളിത് യുവാവിനെ അമ്പലമുക്കിലുള്ള ചില ഗുണ്ടകൾ ചേർന്നിട്ട് പൊറോട്ടയ്ക്കകത്ത് മനുഷ്യ മലം വെച്ചിട്ട് തീറ്റിച്ച ഒരു സംഭവം ഉണ്ടായി. ആ കേസൊക്കെ എവിടെ പോയി നമുക്ക് അറിയത്തില്ല ഇപ്പോഴും. ആ പ്രതികളെ പിടിച്ചു, പക്ഷെ അതെല്ലാം എഴുതി തള്ളിപ്പോയി. പിന്നീട് ഒരു സംഭവം ഉണ്ടായത് എന്താണ്? ഒരു അമ്മായിയപ്പനും മരുമകനോട് അടിയുണ്ടായപ്പോൾ അമ്മായിയപ്പൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് എന്റെ മകളെ എന്നെയൊക്കെ എന്റെ മരുമോൻ ഉപദ്രവിക്കുകയാണെന്ന്. അപ്പൊ പേരുകളെന്ന് പോലീസ് നേരെ വന്നിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഈ പ്രതിയെ അങ്ങ് പിടിക്കുകയാണ്. അപ്പൊ പിടിക്കാൻ വന്ന പ്രതി പറഞ്ഞ് ഞാൻ മജിസ്ട്രേറ്റ് ആണ്, പോടാന്ന് പറഞ്ഞു. നീ എവിടുത്തെ മജിസ്ട്രേറ്റ് ആണെന്ന് ചോദിച്ചിട്ട് അവനെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് എസ് ഐക്ക് മനസ്സിലായി ഒറിജിനൽ മജിസ്ട്രേറ്റ് ആണെന്ന്. അവസാനം ഹൈക്കോടതി ഇടപെട്ടാണ് ആ എസ് ഐയെ സസ്പെൻഡ് ചെയ്താണ് പിന്നെ പ്രശ്നം പരിഹരിച്ചത്. അപ്പോൾ തന്നെ പട്ടിക്കൂട് വിഷയം, ഇവരുടെ കയ്യിൽ നിന്ന് 1000 രൂപ പാർട്ടിക്ക് ഫണ്ട് കിട്ടത്തില്ല. ഓമന ദാനിയുടെ അടുക്ക ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ലക്ഷങ്ങളോ കോടികളോ കിട്ടും. ഇവിടെ അതാണ് നോക്കുന്നത്. ആളും രൂപവും നിറവും വസ്ത്രധാരണവും വസ്ത്രമൊക്കെ നോക്കിയാണ് ഇവിടെ നിയമം നടപ്പിലാക്കുന്നത്. ഒരു യുവതി എന്ന രീതിയിനേക്കാളും ഒരു ദലിത് യുവതിയോട് ചെയ്ത ക്രൂരതയാണ്. ശരിക്കും ഇപ്പോൾ ദലിത് യുവതി ആ രീതിയിലാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു ആളായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മനോഭാവം അല്ലെങ്കിൽ പെരുമാറ്റം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ പൊതുസമൂഹത്തിൽ ഇപ്പം നമ്മളൊരു ടൗണിൽ നിൽക്കുക, ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുക, അവിടെ ഒരു പോക്കറ്റ് അടിക്കാരൻ ഒരാളെ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ അവിടെ വരുന്ന പോലീസ് ആദ്യം പിടിക്കുന്നത് അവിടെ നിൽക്കുന്ന കറുത്ത തൊലിയുള്ളവനോ അല്പം മുഷിഞ്ഞ വസ്ത്രം ഉടുത്തിട്ട് നിൽക്കുന്നവനായിട്ടുള്ള ഏതെങ്കിലും പാവപ്പെട്ടവനെ ആയിരിക്കും ആദ്യം പിടിക്കുന്നത്. അവനെ പിടിച്ചിട്ടായിരിക്കും പിന്നെ ബാക്കി നടപടിയിലേക്ക് പോകുന്നത്. ഇത് കേരളത്തിലെ ഒരു പൊതു സംഭവം. അതായത് ഗവൺമെന്റ് ഇപ്പൊ കഴിഞ്ഞ 9 വർഷത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ദളിത് പീഡനങ്ങൾ നടന്നിട്ടുള്ള ഒരു സംസ്ഥാന കേരളം എന്നുള്ളത് സംശയമില്ല. കാരണം വിനായകൻ മുതൽ തൃശ്ശൂർ ഒരു വിനായകൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കൊച്ചുപയ്യൻ മുടി വെട്ടിയതാണ് അവൻ ചെയ്ത തെറ്റ്. അത് കഴിഞ്ഞ് കെവിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് അവൻ ആ പയ്യൻ ചെയ്ത തെറ്റ്. മധു എന്ന് പറയുന്നത് അട്ടപ്പാടിയിലെ മധു എന്ന് പറയുന്ന പയ്യൻ ചെയ്തത് എന്താണ്? വിശക്കുന്നതിന് ഒരു ബ്രെഡോ എന്തോ ഒരു മിഠായി ഏണ്ട ഒരു കടയിൽ നിന്ന് എടുത്തതാണ് അവൻ ആ പയ്യൻ ചെയ്ത തെറ്റ്. ഈ അത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ നിരവധി നടക്കുകയാണ്. കഴിഞ്ഞ 9 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദളിതരെ സംബന്ധിച്ചോളം കേരളത്തിൽ ദളിത് ജനവിഭാഗങ്ങളെ സംബന്ധിച്ചോളം വളരെ ദുരിതപൂർണമായ ജീവിതമാണ് നയിക്കുന്നത്. ഇതൊന്നും ഗവൺമെന്റ് ഭാഗത്ത് പോലീസിനെ അഴിച്ചു വിട്ടിരിക്കുകയാണ് കേരളത്തില്. ആരാ നോക്കുന്ന? പോലീസിനെ നോക്കുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണോ നോക്കുന്നത്? DGP ആണോ നോക്കുന്നത്? ആരാണ് പോലീസിനെ കേരളത്തിൽ നിയന്ത്രിക്കുന്ന ആരാണ്? അപ്പോൾ അങ്ങനെ ഒരു നിയന്ത്രണം കേരളത്തിലില്ല. പോലീസ് എന്ത് കാണിച്ചാലും പോലീസിനെതിരെ പരാതി പറഞ്ഞാൽ ഉടനെ മുഖ്യമന്ത്രി പറയുന്നത് പോലീസിന്റെ മനോവികാരം വ്രണപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അവരുടെ മനോവികാരം വ്രണപ്പെടുന്നത് കൊണ്ട് പോലീസിനെതിരെ നടപടി എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആ നടപടി തെറ്റാണ്. പോലീസ് തെറ്റ് ചെയ്താൽ പോലീസിനെതിരെ നടപടി എടുക്കണം. അത് സ്വാഭാവികമാണ്. ഒരു ഭരണാധികാരിയുടെ അധികാരത്തിന്റെ ഭാഗമാണത്. അവർ ചെയ്തേ പറ്റത്തുള്ളൂ. കേരളത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. പ്രത്യേകിച്ച് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ ദളിത് പീഡനം നടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷൻ. നമുക്കറിയാം, ഞാനൊരു 35 വർഷമായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. എനിക്കറിയാം. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. 1989 ഈ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു ദളിത് യുവാവിനെ അമ്പലമുക്കിലുള്ള ചില ഗുണ്ടകൾ ചേർന്നിട്ട് പൊറോട്ടയ്ക്കകത്ത് മനുഷ്യ മലം വെച്ചിട്ട് തീറ്റിച്ച ഒരു സംഭവം ഉണ്ടായി. ആ കേസൊക്കെ എവിടെ പോയി നമുക്ക് അറിയത്തില്ല ഇപ്പോഴും. ആ പ്രതികളെ പിടിച്ചു, പക്ഷെ അതെല്ലാം എഴുതി തള്ളിപ്പോയി. പിന്നീട് ഒരു സംഭവം ഉണ്ടായത് എന്താണ്? ഒരു അമ്മായിയപ്പനും മരുമകനോട് അടിയുണ്ടായപ്പോൾ അമ്മായിയപ്പൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് എന്റെ മകളെ എന്നെയൊക്കെ എന്റെ മരുമോൻ ഉപദ്രവിക്കുകയാണെന്ന്. അപ്പൊ പേരുകളെന്ന് പോലീസ് നേരെ വന്നിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഈ പ്രതിയെ അങ്ങ് പിടിക്കുകയാണ്. അപ്പൊ പിടിക്കാൻ വന്ന പ്രതി പറഞ്ഞ് ഞാൻ മജിസ്ട്രേറ്റ് ആണ്,
പോടാന്ന് പറഞ്ഞു. നീ എവിടുത്തെ മജിസ്ട്രേറ്റ് ആണെന്ന് ചോദിച്ചിട്ട് അവനെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് എസ് ഐക്ക് മനസ്സിലായി ഇത് ഒറിജിനൽ മജിസ്ട്രേറ്റ് ആണെന്ന്. അവസാനം ഹൈക്കോടതി ഇടപെട്ടാണ് ആ എസ് ഐയെ സസ്പെൻഡ് ചെയ്താണ് പിന്നെ പ്രശ്നം പരിഹരിച്ചത്. അതുപോലെ തന്നെ പട്ടിക്കൂട് വിഷയം, പേരുക്കട പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഒരു കുട്ടിയെ പിടിച്ചൊരു അധ്യാപിക ഒരു സ്കൂളിന്റെ മാനേജർ എടുത്ത് ഇവിടെ ഇട്ട് പട്ടിക്കൂടിനടുത്തിട്ട് പൂട്ടിയത്. ഈ സംഭവങ്ങളൊക്കെ അത് നിരവധി സംഭവങ്ങൾ അങ്ങനെ ഉണ്ട്. പിന്നെ അതുപോലെ യുവാക്കളെ പിടി ആവശ്യമില്ലാതെ ദളിത് കോളനികൾ കയറി നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിൽ ഇന്നുള്ള പണക്കാര് വലിയ വലിയ ഹോട്ടലുകളും വലിയ വലിയ ബാറുകളും നടത്തുന്നവനൊക്കെ ഈ തിരുവനന്തപുരം നഗരത്തിലെ വാറ്റുകാരായിരുന്നു. അറിയോ? ഇവനെ ഒന്നും ഈ രാജ്യത്ത് ആരും പിടിക്കാതില്ല. ഒരു ഗ്രാം ഒരു വീഡിയോ അല്ലെ ഒരു വീടിക്കകത്തുള്ള ഒരു കഞ്ചാവുമായിട്ട് നടന്നു കഴിഞ്ഞാൽ പിടിച്ചു കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിക്കുകയും കുറെ ദിവസങ്ങളോളം ജയിലിലിടുന്ന പ്രവണതയാണ് ഈ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ വേടന്റെ ഒരു ഉദാഹരണം പറയാമല്ലോ. 6 ഗ്രാം കഞ്ചാവ് 6 ഗ്രാം കഞ്ചാവ് പിടിച്ച് അവനെ അവസാനം 6 ഗ്രാം കഞ്ചാവ് പിടിച്ചാൽ അവനെ ഈ രാജ്യത്ത് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ജയിലിലിടാൻ പറ്റത്തില്ല. അതിന് പെട്ടെന്ന് അവന്റെ കഴുത്തേ കിടന്ന് പുലിപ്പല്ലിൽ പിടിച്ച് അവനെ പിടിച്ചോണ്ട് പോയി ജാമ്യം കൊടുത്ത്. ഈ പെരുമ്പാവൂർ കോടതിയിൽ തന്നെയാണ് മോഹൻലാലിന്റെ വീട്ടിലിരുന്ന ആനക്കൊമ്പ് ഇവിടെ പിന്നെ കേസ് എഴുതി തള്ളണമെന്നും പറഞ്ഞ് ഇതേ കോടതിയിൽ തന്നെയാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കോടതിയിൽ ഒരു പുലിപ്പല്ലിന്റെ കേസിൽ ഒരാളെ വന്നു കഴിഞ്ഞാൽ കോടതി ജാമ്യം കൊടുക്കും. അപ്പൊ അവസാനം ഇതൊക്കെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദളിത് സ്ത്രീ എന്നുള്ള ഈ സ്ത്രീ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെ വളരെ ക്രൂരമായി അത് പീഡിപ്പിക്കുകയായിരുന്നു. അത് ഗവൺമെന്റ് അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസെടുക്കേണ്ടതാണ്. എന്തുകൊണ്ട് കേസെടുക്കുക? ഓമന ദാനിയല് സമ്പന്നയായതുകൊണ്ടും പണക്കാരി ആയതുകൊണ്ടും നാളെ ഒരു പക്ഷെ ഇവരുടെ കയ്യിൽ നിന്ന് 1000 രൂപ പാർട്ടിക്ക് ഫണ്ട് കിട്ടത്തില്ല. സോ ഓമന ദാനിയൽ അടുക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ലക്ഷങ്ങളോ കോടികളോ കിട്ടും. ഇവിടെ അതാണ് നോക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടി ഉണ്ടായ പാർട്ടിയാണ്. ആ പാവപ്പെട്ടവന് വേണ്ടി രൂപീകരിച്ച പാർട്ടി ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ദളിത് ജനവിഭാഗങ്ങളാണ്, യഥാർത്ഥ കർഷക തൊഴിലാളികളാണ്. ഇവരാണ്. ബിന്ദുവാണ് യഥാർത്ഥ തൊഴിലാളിയും കർഷക തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു സ്ത്രീയാണ് ബിന്ദു. അവരെന്തിനാ പോകുന്നത്? കുഞ്ഞുങ്ങളെ വളർത്താൻ 400-500 രൂപയ്ക്ക് വേണ്ടി അവർ ഈ കാടും മലയും ചവിട്ടി തിരുവനന്തപുരം നഗരത്തിൽ വന്ന് ജോലി ചെയ്യുന്നത്, വീട്ടുവേല ചെയ്യുന്നത്. നമ്മൾ ആരെങ്കിലും ചെയ്യുമോ? എന്തിനാ അവർ ആ ഒരു വീടിന്റെ ക്ലീനിങ് പണിക്ക് പോകുന്നത്? അവർക്ക് 500 രൂപ ശമ്പളം കിട്ടുന്നത്, 100 രൂപ ഡെയിലി വണ്ടിക്കൂലി വേണം, പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കണം. ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ കൂടി വന്ന ഒരു 300 രൂപ 350 രൂപയാണ്. അവർ ഈ 350 രൂപയ്ക്ക് വേണ്ടി ജോലിക്ക് ചെയ്യുന്ന ഈ പാവപ്പെട്ട സ്ത്രീയെ ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ഇത്തരത്തിൽ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച ഇവിടുത്തെ ഗവൺമെന്റ് ആണ് ഉത്തരവാദി ഇതിന്. അല്ലാതെ പേരുക്കട പോലീസ് അല്ല. മുഖ്യമന്ത്രിയാണ് ഇതിന് സമാധാനം പറയേണ്ടത്. കാരണം മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. മുഖ്യമന്ത്രി ആരെയാണ് ഈ പോലീസിന്റെ ചുമതല ഏൽപ്പിച്ചേക്കെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രി ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് സംഭവം. മാത്രമല്ല ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ ഉണ്ടായ ഒരു സമീപനം, അത് പരാതി പോലും വായിച്ചു നോക്കിയെന്നാണ് ബിന്ദു പറയുന്നത്. അത് മോശമായ ഒരു പെരുമാറ്റമായിരുന്നു. തീർച്ചയായിട്ടും. അതായത് നമ്മളൊരു അധികാരികളുടെ അടുക്കൽ ഒരു പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ ആ പരാതി വായിച്ചു നോക്കേണ്ടത് ആ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കടമയാണ്. ആ പരാതി വായിച്ചു നോക്കിയിട്ട് അതിന്റെ കണ്ടന്റ് എന്താന്ന് നോക്കിയിട്ട് അവരെ സമാധാനിപ്പിക്കുകയാണ്. ഇത് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ആ ഒരു വിഷയമായിട്ട് പി ശശിയുടെ അടുക്കൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടുത്ത് ബിന്ദു പരാതിയുമായിട്ട് ചെന്നപ്പോൾ ബിന്ദുവിനെ സമാധാനപ്പെടുത്തി സ്നേഹത്തോടു കൂടി പെരുമാറി ആ പരാതി മേടിച്ച് വായിച്ചു നോക്കി അവരോട് എന്താ പറയേണ്ടത്, നമുക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കാം, അത്രയും പറഞ്ഞാൽ മതി. ഇതുപോലും പറയാൻ കഴിവില്ലാതെ അല്ലെങ്കിൽ കഴിയാത്ത ഒരു പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു അധികാരി എന്നോ അല്ലെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അവിടെ അയാൾ ഇരിക്കാൻ യോഗ്യനല്ല. കാരണം നമ്മൾ ആരെടുക്കലാ പരാതിയുമായിട്ട് ചെല്ലേണ്ടത്? എനിക്കിപ്പോ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ആരെടുക്കുക പരാതിയുമായിട്ട് ചെല്ലുന്നത്? അധികാരികളുടെ അടുക്കലാണ്, ഭരിക്കുന്നവരുടെ അടുക്കലാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം, അതായത് നമുക്ക് അതാണ് ഏറ്റവും. ഇനി നടപടി എടുത്തില്ലെങ്കിൽ പോലും ബിന്ദുവിനെ സമാധാനിപ്പിച്ച് നടപടി എടുക്കാം, നമുക്ക് കേസൊക്കെ എടുക്കാം, ഒന്ന് അന്വേഷിക്കട്ടെ, ഇത്രയും പറയാമല്ലോ. ഇത് പറയാത്ത നടപടി എന്ന് വെച്ചാൽ അവരൊരു ദളിത് സ്ത്രീ ആയതുകൊണ്ട് അവരുടെ നിറം കറുപ്പായതുകൊണ്ടാണ്. ആ നിറത്തിലാണ് പ്രശ്നം ഉണ്ടായത്. ബിന്ദുവിന്റെ ആളും രൂപവും നിറവും വസ്ത്രധാരണവും വസ്ത്രമൊക്കെ നോക്കിയാണ് ഇവിടെ നിയമം നടപ്പിലാക്കുന്നത്. അപ്പൊ അതാണ് തന്നെയാണ് പി ശശിയുടെ അടുക്കൽ പറ്റിയത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംഭവിച്ചത് അത് തന്നെയാണ്. ഞങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായി തന്നെ, കാരണം ഇത്തരം വിഷയങ്ങൾ വളരെയധികം ഏറ്റെടുത്തിട്ടുള്ള ഒരു സംഘടനയൊക്കെയാണ് KPMS, അതുപോലെ തന്നെ KDP ഒക്കെ.
ഇപ്പൊ ഞങ്ങൾ ഇവിടെ KPMSന്റെ പ്രതിനിധികളായിട്ടും KDPയുടെ പ്രതിനിധിയായിട്ടും വന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ബിന്ദുവിനോടൊപ്പം ഉണ്ടാവും. എനിക്ക് പറയാനുള്ളത്, ബിന്ദു ഇതിൽ നിന്നും പിന്മാറരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഞങ്ങൾ പിന്മാറത്തില്ല. ഇനി ഒരു പരാതി കൊടുക്കുന്ന ബിന്ദു പറയാൻ എനിക്ക് കേസില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ബിന്ദുവിനോടൊപ്പം ബിന്ദു ഏതറ്റം വരെ ഈ കേസുമായിട്ട് പോകുമോ അവിടെ വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ശക്തമായി തന്നെ ഞങ്ങൾ കൂടെ നിൽക്കും, യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് പിന്മാറ്റം എന്നൊരു പോയിന്റിലേക്ക് വന്നത്? അല്ല, സാധാരണഗതിയിലെ ഈ അട്രോസിറ്റി കേസുകൾ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ അട്രോസിറ്റി കേസ് FIR ഇട്ട് കഴിഞ്ഞാൽ തന്നെ പ്രതി അറസ്റ്റ് ചെയ്യപ്പെടും, ജാമ്യം കിട്ടില്ല. അങ്ങനെ വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ കേസ് നല്ല സാക്ഷിയും സ്ട്രോങ് ആണ് സാക്ഷിയെങ്കിൽ അട്രോസിറ്റി കേസ് ശിക്ഷിക്കപ്പെടും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണ കേസുകളെല്ലാം നമുക്കറിയാം, കേരളത്തിൽ നടന്ന ഈ അട്രോസിറ്റി നിയമം വന്നതിന് ശേഷം നിരവധി കേസുകൾ അങ്ങനെ വെറുതെ പോകണം. പല കേസുകളും വെറുതെ പോകണം, ശിക്ഷിക്കപ്പെടത്തില്ല. പിന്നെ കോടതിയിൽ സെറ്റിൽമെന്റ് ആണ്. അപ്പൊ ഇവരെ ആരെങ്കിലും വന്ന് സ്വാധീനിക്കുകയോ അവരെ വന്നിട്ട് ബന്ധുക്കളോ രാഷ്ട്രീയക്കാരോ ഇവർക്ക് എന്തെങ്കിലും ഇവരുടെ വീടൊക്കെ വന്ന് ഇപ്പൊ വീട് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാ താമസിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഞങ്ങൾ വലിയ വീട് വെച്ച് തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാം, നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു വിടാം, അതിനുള്ള പണമൊക്കെ ഞങ്ങൾ തരാമെന്ന് പറയുമ്പോൾ ആരാണേലും വീണു പോകും. അങ്ങനെ വീഴാൻ പാടില്ല. ആത്മാഭിമാനമാണ് വലുതെന്നുള്ളത്. നമ്മുടെ ആത്മാഭിമാനം, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അപ്പൊ ആത്മാഭിമാനമാണ് വലുത് എന്ന് പറഞ്ഞ് ബിന്ദു നിൽക്കണം. അങ്ങനെ പഴയ അട്രോസിറ്റി കേസുകളൊക്കെ തുടച്ച് തേഞ്ഞു മാഞ്ഞു പോയതുപോലെ ബിന്ദുവിന്റെ കേസ് തേഞ്ഞു മാഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഈ നടപടി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന നടപടിയിൽ തൃപ്തികരമാണ് അല്ല, SI സസ്പെൻഡ് ചെയ്ത് SI നാളെ ഇൻക്രിമെന്റും അതുപോലെ ഒന്നിച്ച് ശമ്പളവും മേടിച്ച് നാളെ ഒരു പ്രൊമോഷനോട് കൂടി തിരിച്ചു വരുമല്ലോ. അപ്പൊ SIയുടെ പോലീസിലെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. പോലീസുകാരെ ഇങ്ങനെ ഇഷ്ടം പോലെ, പോലീസുകാർക്ക് എന്നും പ്രശ്നങ്ങളാണ്. അവരെ സസ്പെൻഡ് ചെയ്യും, അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യും, അവർക്ക് പിന്നെ ശമ്പളം ഒന്നിച്ച് കിട്ടും. അവർ വീട്ടിലിരുന്ന് സുഖിച്ച് പിന്നെ കുറ്റം ചെയ്തിട്ട് പ്രതികൾ ജയിലിൽ പോകുന്ന പോലാണ്. അവിടെ ചെന്ന് സുഖജീവിതമാണ് എന്ന് പറയുന്ന പോലെ അവർ ഇറങ്ങി വരികയും ചെയ്യും. ഇതുപോലെയാണ് പോലീസ് ഏത് ഡിപ്പാർട്ട്മെന്റ്. സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസിപ്ലിനറി ആക്ഷന്റെ ഭാഗമല്ല. അവര് കൂടുതൽ ശമ്പളത്തോടു കൂടി തിരിച്ചു അത് ഇൻക്രിമെന്റ് മേടിച്ച് ഈ സസ്പെൻഷൻ ചെയ്ത അത്രയും നാളത്തെ ശമ്പളം ഒന്നിച്ച് മേടിച്ചോണ്ട് അവർ സർവീസിൽ കയറി വരും. പ്രൊമോഷനോടുകൂടി നടപടി തൃപ്തിയല്ല. ഒരു കാരണവശാലും നീതി കിട്ടണം. നീതി കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളെ കൂടെ നിൽക്കും. ഞാനും ഞങ്ങളെ സംഘടനയും കൂടെ നിൽക്കും.